ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ മേധാവി നടത്തിയ ആരോപണങ്ങൾ യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രതിനിധി ആശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത്. ജനീവയിൽ ഐക്യരാഷ്ട്രസഭയുടെ 58ാമത് മനുഷ്യാവകാശ കൗൺസിലിന്റെ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാഗ്വാദം നടന്നത്. ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മെ അപമാനിക്കാൻ നടത്തിയ ശ്രമത്തിനാണ് ഇന്ത്യയുടെ മിടുക്കനായ പ്രതിനിധി ഇത്രയും ഭംഗിയായി മറുപടി പറഞ്ഞത്. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവും ആർക്കുമില്ല. ഒരു കാലത്ത് നമ്മൾ എല്ലാ കാര്യത്തിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ എല്ലാ കാര്യത്തിലും മുൻനിരയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ അതിവേഗം വളരുന്ന കാഴ്ചയൊന്നും തന്നെ ഇവർ ആരും കാണുന്നില്ലേ എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ആദ്യം പോയി കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കൂ എന്ന് തന്നെയാണ് ബാഗ്ചി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ മേധാവിയോട് പറഞ്ഞത്. ഇന്ത്യക്കെതിരെ ഇവരെല്ലാം ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തന്നെ കള്ളമാണെന്നും അടിസ്ഥാനമില്ലാത്തതാണെന്നും ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ പിൽക്കാലത്ത് തെളിയിച്ചിട്ടുള്ളതാണെന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിന്റെയും കാശ്മീരിന്റെയൊക്കെ പേര് പറഞ്ഞ് ഇന്ത്യ ആഗോള വേദികളിൽ അപമാനിക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ അരുൺ ബാഗ്ചിയുടെ സന്ദർഭോചിതമായ ആ ഇടപെടൽ കാരണം ഇല്ലാതാക്കിയത്. ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയുള്ള ഒന്ന് തന്നെയാണ് എന്ന് ഇന്ന് പാശ്ചാത്യ ലോകത്തെ വമ്പന്മാർ പോലും സമ്മതിക്കുന്ന ഒരു കാലയളവിലാണ് ഇന്ത്യയിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്ത് പറഞ്ഞ്. അതും ഇപ്പോൾ കാശ്മീരിന്റെ സ്ഥിതി നമുക്കറിയാം, അവിടെ നിയന്ത്രണ വിധേയമാണ്. മണിപ്പൂരിലും ഇപ്പോൾ സംഘർഷം ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഇല്ലാതാക്കി എങ്കിൽ പോലും ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നത് ഇതൊക്കെയാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ മോശക്കാരായി കാണിക്കാൻ നടത്തിയ ശ്രമം തന്നെയാണ് ഇവിടെ ഇന്ത്യയുടെ പ്രതിനിധി ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്.